ദുരന്തങ്ങൾ ഉണ്ടായാൽ മാത്രമേ അധികാരികളുടെ കണ്ണു തുറക്കൂ എന്നുള്ള രൂപത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നാളെ വടകരയിൽ വരാൻ പോകുന്ന വലിയൊരു ദുരന്തമായിരിക്കും. വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയായി പാതി പൊളിച്ച കെട്ടിടങ്ങൾ. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി വീതി കൂട്ടുന്നതിന് പാതി പൊളിച്ച വടകര അടക്കാത്തെരുവിലെ 3 കെട്ടിടങ്ങളാണ് ഭീഷണിയാകുന്നത്. ഇവ ഇടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയുണ്ട്. അടക്കാത്തെരു SBIക്ക് സമീപത്താണ് ഒരു കെട്ടിടം. ഇത് കുറച്ചു ഭാഗം പൊളിച്ചിട്ടുണ്ട്. ബാക്കി ഭാഗം കാട് മൂടിക്കിടക്കുകയാണ്. കല്ലുകൾ ഉൾപ്പെടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് ഏത് സമയവും വീഴാവുന്ന നിലയിലും. മഴ പെയ്താൽ അപകട ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. കെട്ടിട ഉടമയും നേരത്തെ വാടകയ്ക്ക് താമസിച്ചിരുന്നയാളും തമ്മിൽ കേസ് നടക്കുന്നതിനാലാണ് ബാക്കി ഭാഗം പൊളിച്ചു മാറ്റാത്തത്. കൈനാട്ടി ഭാഗത്തു നിന്ന് പയ്യോളി ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന സർവീസ് റോഡിന് സമീപത്ത് തന്നെയാണ് കെട്ടിടമുള്ളത്. ഇവ തകർന്നാൽ റോഡിലേക്ക് തന്നെയാകും പതിക്കുക. SGMSP സ്കൂളിലേക്ക് ഉൾപ്പെടെ ഒട്ടേറെ വിദ്യാർത്ഥികളും മറ്റും നടന്നു പോകുന്നതിന് സമീപത്തായാണ് കെട്ടിടം നിൽക്കുന്നത്. SBIയിലേക്ക് ഒട്ടേറെ പേർ ദിവസേന എത്താറുമുണ്ട്. ഇതും അപകട ഭീഷണിയാണ്. കോഫി ഹൗസിന് സമീപത്താണ് മറ്റ് 2 കെട്ടിടങ്ങൾ. ഇവയിലെ ജനലുകൾ ഉൾപ്പെടെ ചില ഭാഗങ്ങൾ പൊളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. ഇവ ബലപ്പെടുത്തുകയോ പൊളിച്ചു മാറ്റുകയോ ചെയ്തില്ലെങ്കിൽ അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവ രണ്ടും 4 നില കെട്ടിടങ്ങളാണ്. കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് സംബന്ധിച്ച് നഗരസഭയിൽ പരാതി നൽകിയതായി വാർഡ് കൗൺസിലർ K. സുനിൽകുമാർ പറഞ്ഞു. വടകര നഗരസഭ 7-ാം വാർഡിൽ അടക്കാത്തെരു ജംഗ്ഷനിൽ ജനങ്ങൾക്കും വഴിയാത്രക്കാർക്കും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനങ്ങൾക്കും ഭീഷണിയാകുന്ന തരത്തിൽ അവിടെ ഹൈവേ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പാതി പൊളിച്ചു മാറ്റിയ ബിൽഡിംഗ് ഇന്ന് അപകടാവസ്ഥയിലാണ്. നിരവധി തവണ മുനിസിപ്പൽ കൗൺസിലിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിക്കും രേഖാമൂലം എഴുതി കൊടുത്തിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും ഇതിന് യാതൊരു പരിഹാരവും കണ്ടിട്ടില്ല. ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളായാലും അതുപോലെ തന്നെ പൊതുജനങ്ങളും ഈ കാര്യത്തിൽ ആശങ്ക പലപ്പോഴായി ഭരണാധികാരികളെ അറിയിച്ചിട്ടുണ്ട്. ഏത് സമയവും ഇടിഞ്ഞു വീഴാവുന്ന കെട്ടിടമാണ് നാഷണൽ ഹൈവേയുടെ പടിഞ്ഞാറ് ഭാഗത്തും കിഴക്ക് ഭാഗത്തുള്ളത്. SBTയോട് ചേർന്നിട്ടുള്ള കിഴക്ക് ഭാഗത്തെ കെട്ടിടം വെറും ഒരു തൂണിലാണ് നിൽക്കുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച് മുനിസിപ്പാലിറ്റി കെട്ടിടമുടക്ക് നോട്ടീസ് കൊടുത്തെങ്കിലും ഇത് കോടതിയിൽ കേസുള്ളതിനാൽ ഉടമയ്ക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ മഴക്കാലത്ത് കെട്ടിടം നനഞ്ഞു കുതിർത്തി ഏത് സമയവും വീഴാവുന്ന ഭാഗത്തിലാണുള്ളത്. നമുക്കറിയാം വലിയങ്ങാടിയിൽ ഉൾപ്പെടെ നടന്ന കെട്ടിട ദുരന്തം, ഈ അടുത്ത കാലത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ദുരന്തം. ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടായാൽ മാത്രമേ അധികാരികളുടെ കണ്ണു തുറക്കൂ എന്നുള്ള രൂപത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നാളെ വടകരയിൽ വരാൻ പോകുന്ന വലിയൊരു ദുരന്തമായിരിക്കും. ഈ ദുരന്തത്തിന് ഒരു അറുതി വരണമെങ്കിൽ ഭരണാധികാരികൾ കണ്ണു തുറക്കേണ്ടിയിരിക്കുന്നു. ഈ കെട്ടിട ഉടമകൾക്ക് എത്രയും പെട്ടെന്ന് നിയമപരമായ നോട്ടീസുകൾ നൽകിക്കൊണ്ട് കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.